അതിരുകളില്ലാത്ത സ്നേഹബന്ധം നിലനിന്നിരുന്ന ഒരു കാലം. ചെമ്പരത്തിയും ശീമക്കൊന്നയും അതിരുകൾ തീർത്തിരുന്ന കാലം. ആ വേലികൾക്കിടയിലൂടെ കാത്തു സൂക്ഷിച്ചിരുന്ന ആഴമുള്ള അയൽബന്ധങ്ങൾ. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അയൽബന്ധങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാക്കി മനുഷ്യർ വാർത്തെടുത്ത ഘനമുള്ള മതിലുകൾ. വേർപാടിന്റെ നടുച്ചുവരുകൾ തകർക്കുവാൻ, മനുഷ്യ മനസ്സിന്റെ മതിലുകൾ തകർക്കപ്പെടുവാൻ ഈ ക്രിസ്മസ് കാലയളവുകൾ ഏവർക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോട് ഞങ്ങൾ സമർപ്പിക്കുന്നു. മതിലുകൾ വിട പറയുമ്പോൾ എല്ലായിടത്തും ഈ മതിലാണല്ലോ വിഷയം. എന്നാൽ നമുക്കൊരു പോസ്റ്റ് ഒട്ടിക്കാനും ഒറ്റ മതില് കിട്ടാനുമില്ല. ഈ പൊളിഞ്ഞു കിടക്കുന്ന മതിലുണ്ട്. വർഷങ്ങളായി നമ്മൾ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്ന മതിലാണ്. നമ്മുടെ കൂടെ വന്ന മെമ്പർ എന്ത് ചെയ്യും? മെമ്പറെ ഓയ് വരുന്ന മക്കളെ, ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ എവിടെങ്കിലും വർത്താനം പറയാൻ നിന്നോട് ഇങ്ങനൊരു മെമ്പർ ചെയ്യ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാടാ മക്കളെ? ഞാൻ നമ്മുടെ തൊഴിലുറപ്പിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. കേട്ടിട്ടുണ്ട് ഒരു തൊഴിലുറപ്പ്. അതിരിക്കട്ടെ നമ്മുടെ ഈ മതിലെങ്ങനെയാ പൊളിഞ്ഞേ? എടാ, ഇത് മനുഷ്യൻ പൊളിച്ചതല്ല, ഇത് പ്രകൃതി പൊളിച്ചതാണ്. പ്രകൃതി? ഓഹോ, അത് പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഈ മതില് വീണ്ടും പണിയാനിരിക്കുക. എന്ത് വന്നാലും ഒരുത്തനും പഠിക്കില്ല. എന്നാ നമുക്ക് വേറെ നോക്കാം. ഹലോ, ഞാൻ കൊച്ചുട്ടൻ. എന്തുകൊണ്ടാ വിശേഷങ്ങളൊക്കെ? ഞാനെത്തി 2 ദിവസമായി. ഒരു മാസം ഉണ്ട് ലീവ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടാ. മധുരം പൊളിച്ചിട്ട് 2 മാസം കഴിഞ്ഞില്ലയോ? അപ്പനൊന്നും ഒരു ഉത്തരവാദിത്തമില്ല. നടന്ന് നന്നാക്കണം. ഹലോ, എന്താ ചെലവോ? ഹലോ, റേഞ്ചിലടാ. ഹലോ, ഞാൻ പിന്നെ വിളിക്കാം. ആരാടാ ഫോണില്? അവൻ പഠിക്കല് കൊച്ചുട്ടാടാ. അവന് ഞാൻ എപ്പോ നാട്ടിൽ വന്നാലും ചെലവ് വേണം. അവന്റെ വിചാരം ഗൾഫിൽ കാശായിട്ട് വാരിക്കൊണ്ടുവരുവാണ്. നമുക്കെല്ലാം അറിയത്തുള്ളൂ അവിടുത്തെ ചൂടത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ. ചെലവ് വേണം, അത്രേ ചെലവ്. നീ എന്താടാ മതില് കെട്ടാൻ പോകണം? പിന്നെ നീ ആ മതില് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടില്ലയോ? അപ്പുറത്തുള്ളത് ഫുള്ള് കടപ്പുറം ടീമാണ്. നീ ആ മൂലക്കുള്ള വീട് കണ്ടോ? അങ്ങനെ വള്ളത്തിൽ പോകുന്ന ടീമാണ്. അവിടുത്തെ ഒരു ചെറുക്കൻ എന്റെ അമ്മ ഒരു രക്ഷയില്ല. സാർവ സമയം നമ്മുടെ പുറമെയാണ്. ഞാൻ അബുദാബി പോയിട്ട് ശമ്പളം കിട്ടി ആദ്യം ചെയ്ത കാര്യം ഈ മതില് കെട്ടുകാരൻ. അതിപ്പോ പൊളിഞ്ഞു. നിനക്കറിയാമോ, ഇന്നലെ രാവിലെ ഞാൻ എണീറ്റപ്പോ ഒരു 3-4 പിള്ളേര് നമ്മുടെ അടുക്കള ഭാഗത്തേക്ക് പോകണ്ട മാങ്ങ പറിക്കാൻ വന്നതാണ്. അവർക്ക് വല്ലതും കട്ടുകൊണ്ടവൻ ആരോട് പോയി ചോദിക്കും. ശരിയാ. ആ, 2 ദിവസമായി. കൊച്ചുമകളെ, ഈ മതില് കെട്ടിയാൽ മാത്രം മതിയോ അത് തേക്കണോ? പിന്നെ തേക്കണം. പിന്നെ മേശിനി നല്ല വൃത്തിക്ക് ബലത്തിൽ വേണം പണിയാൻ. ഭൂകമ്പം വന്നാൽ പോലും പൊളിയാൻ പാടില്ല. എന്താ അപ്പൊ അത്? ഈ മതിലൊന്നും കെട്ടിച്ചൂടായിരുന്നു. മോനെ, അത് നിനക്ക് മനസ്സിലാവില്ല. ഈ കണ്ട കടപ്പുറം ടീമുകളൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് നിരകത്തില്ലേ? നമ്മൾ സുറിയാനി ക്രിസ്ത്യാനൊക്കെ ഇവരുമായിട്ടുള്ള സഹവാസം നല്ലതാണോ വെച്ച്? ഇത് ആരാ? അലക്സോ? നീ ക്രിസ്മസിന് വരുമെന്ന് അപ്പച്ചൻ പറഞ്ഞു. എന്താ മോനെ ഒരു തർക്കം? അച്ഛൻ എത്തിയോ? കേട്ടോ അച്ഛാ, ഇവിടെ അവന് വീണ്ടും മതില് കെട്ടണം. ഈ മുക്കുമാരോടുള്ള കണക്ഷൻ എനിക്ക് പറ്റത്തില്ല അച്ഛൻ. അച്ഛൻ അപ്പനോടും അമ്മച്ചോടും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എടാ അലക്സേ, നീ അങ്ങനെ പറയരുത്. യേശു ഒരു തച്ചനായിരുന്നില്ലേ? പത്രോസ് ഒരു മുക്കുവനുമായിരുന്നു. അങ്ങനെ നോക്കിയാൽ അവരും താണവരല്ലേ മോനെ? മോനെ, കഴിഞ്ഞ 1 മാസത്തിന് മുൻപ് വരെ ഞങ്ങളും നിന്നെ പോലെ തന്നെയായിരുന്നു ചിന്തിച്ചത്. കഴിഞ്ഞ പ്രളയത്തിന് ഇവിടെ എല്ലാം വെള്ളം കയറി.
വണ്ടിയില്ല, വള്ളവുമില്ല. ഇരുന്ന ആഹാരം മുഴുവനും തിന്നു. അപ്പച്ചന് ഷുഗറും കുറഞ്ഞു, ക്ഷീണവും. നീ വാങ്ങിത്തന്ന ഒരു ഫോണും അനങ്ങുന്നില്ല. ഒടുവിൽ നിലവിളിച്ചപ്പോൾ ഈ മുക്കുവനും കുടുംബവും മാത്രമേ രക്ഷയ്ക്കുണ്ടായിരുന്നുള്ളൂ. അറിയണോ, ഞാൻ വീണപ്പോ എന്നെ കൊണ്ടുപോകാനായി അവർക്ക് ഈ മതിൽ പൊളിക്കേണ്ടി വന്നു. ക്യാമ്പിൽ ചെന്നപ്പോ കഴിക്കാൻ ഇവരുടെ മകൻ തന്ന ആ ബണ്ണും പഴവും, അവൻ പണ്ട് പറമ്പിൽ നിന്ന് മാങ്ങ എടുത്തതിന് അവനെ ഓടിച്ചത് ഓർത്ത് എന്റെ ഹൃദയം ഒന്ന് കലങ്ങിപ്പോയി. അയ്യോ അച്ഛ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇവരെ വിളിക്കുമ്പോ ഇവര് പറയുന്ന ഇവിടെ നിന്നും ഒരു പ്രശ്നമില്ല, ഇവിടെ നിന്ന് വെള്ളം കയറിയിട്ടില്ല, ഇവിടെ ഒരു കുഴപ്പമില്ലെന്ന്. ഇപ്പോഴാണ് ഞാൻ അതിന്റെ അറിയാം. അന്ന് തകർന്നു വീണതാ കുഞ്ഞെ എന്റെ ഉള്ളിലെ ഈ വേർതിരിവിന്റെ മതിൽ. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ മതിൽ ഞാൻ പണിയാതെ വെച്ചത്, അല്ലാതെ ഉത്തരവാദിത്വം ഇല്ലാഞ്ഞിട്ടല്ല. അയ്യോ അപ്പ, എനിക്കാ തെറ്റ് പറ്റിയത്. എന്നോട് ക്ഷമിക്കപ്പ. നമുക്ക് ഈ മതില് വേണ്ട. വേർതിരിവിന്റെ മതിലുകളെ പണിയുന്നവനല്ല, അവ തകർക്കുന്നവനാണ് യഥാർത്ഥ ക്രൈസ്തവ ധർമ്മം ചെയ്യുന്നവൻ. അതെ, ഇത്തരം മതിലുകളെ തകർത്തുകൊണ്ട് യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കാം. അയ്യോ, കാര്യം പറഞ്ഞ സമയം അങ്ങ് പോയി. ക്രിസ്മസ് അല്ലേ? നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികളുടെ കാരോൾ ഇപ്പൊ ഇങ്ങെത്തും.